ലവ് ജിഹാദ് കൊലപാതകം നടത്തിയ പ്രതിയെ തൂക്കിലേറ്റണമെന്ന മഹിളാ ഐക്യവേദി. ആലപ്പുഴ സ്വദേശിനി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്തിനെ മതപരിവർത്തന ശ്രമം നടത്തി കൊല ചെയ്ത പ്രതി സദറുൽ അനമിന് വധശിക്ഷ ഉറപ്പാക്കണം. ഭീകരവാദികളുടെ കേന്ദ്രമായി കേരളം മാറുന്നുവെന്നും മഹിളാ ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ബിന്ദു മോഹൻ പ്രതികരിച്ചു. മതപരിവർത്തന ശ്രമം തുടർന്നുണ്ടായ നിരന്തര ആക്രമണം സാവരിയ ബസന്തിന്റെ ജീവനെടുത്ത പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്ന് മഹിളാ ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ബിന്ദു മോഹൻ ആവശ്യപ്പെട്ടു. സാവരിയയുടെ കൊലപാതകം അതിക്രൂരമാണ്, നിഷ്ഠൂരമാണ്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു ദിവസം കൊണ്ട് മാത്രം ചെയ്തു കൂട്ടിയ ഒരു ക്രൂരകൃത്യമാണ് ഇതെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ പ്രതിയെ യാതൊരു കാരണവശാലും അവനെ പുറത്തുവിടാൻ പറ്റില്ല. അവനെ തൂക്കിക്കൊല്ലണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കേരളം ഭീകരവാദത്തിന്റെ കേന്ദ്രമാകുന്നു. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. ലവ് ജിഹാദ് ശ്രമത്തിന് പിന്നിലെ സംഘടന ഏതെന്ന് കണ്ടെത്തണം. കേരളത്തെ സംബന്ധിച്ച് പറയാതിരിക്കുമല്ല, കേരളം ഒരു തീവ്രവാദ സംഘടനയുടെ ഒരു ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാലയങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തീവ്രവാദ സംഘടനകൾ വിദ്യാലയങ്ങളിൽ കുടിയിരിക്കുന്നത്. അത് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾ. അവർക്ക് വേണ്ടത് IAS-കാർ, IPS-കാർ, മെഡിക്കൽ വിദ്യാർത്ഥിനികൾ, ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത്. കാരണം തലച്ചോറുള്ള കുട്ടികളെയാണ് അവർക്ക് ആവശ്യം. കൊല്ലപ്പെട്ട സാവരിയ ബസന്തിന് അന്തിമോപചാരമർപ്പിച്ച് മഹിളാ ഐക്യവേദി പുഷ്പാർച്ചന നടത്തി. ജനം, കോട്ടയം.